വൈകുന്നേരത്തെ ചായക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. അപ്പോൾ ഞാനിത് 1 കപ്പ് പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിനാണ് കേട്ടോ ഞാൻ പച്ചരി എടുത്തത്. ഇനി അത് നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചോറാണ്. അപ്പോൾ ചോറ് ഞാനിവിടെ കുത്തരീൻ്റെ ചോറാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിൽ തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒരുപാട് ചേർക്കണ്ട, ഏകദേശം ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. ഇത് മുങ്ങി നിൽക്കുന്ന വിധത്തിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കായാണ്. ഒരു ഏലക്കായും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ ജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ ചുവ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതിൽ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരക്കുന്ന സമയത്ത് മാവ് അധികം ലൂസായി പോകരുത്. ഇതുപോലെ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലുള്ള ഒരു വലിയ 4 കഷ്ണം ശർക്കര ആട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതൊന്ന് ഉരുകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളി എന്ന് പറയുന്നത് കുഞ്ഞുള്ളി തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് പശു നെയ്യ് ചേർത്തിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, വെളിച്ചെണ്ണയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പക്ഷേങ്കിൽ നെയ്യിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം അതെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ പശു നെയ്യിൽ തന്നെ വറുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ് കുറച്ചധികം ടൈം എടുക്കുന്നത്. അപ്പോൾ അത് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കേണ്ടത്. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ആ ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെല്ലുള്ളി എടുത്താലും മതിയാകും. ഒരു വലിയ സവാളേൻ്റെ പകുതി ഒന്ന് എടുത്തിട്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് കളറ് മാറിപ്പോകരുത്, കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു അയണിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കളറ് ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ പുറത്തിരുന്നിട്ട് തന്നെ വീണ്ടും ഇതിൻ്റെ കളറ് ഒന്നുകൂടി നല്ല ബ്രൗൺ കളറാകും. അപ്പോൾ ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ശർക്കര പാനി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, ഒക്കെ നല്ലപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരേൻ്റെ ആ ടേസ്റ്റ് ഒരുപാടങ്ങ് മുൻപന്തിലേക്ക് ഉണ്ട് കേട്ടോ. ഒരുപാടങ്ങ് മധുരമാകുമ്പോൾ തിന്നാൻ വലിയ മധുരമാകുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു അളവിന് 4 കഷ്ണം ശർക്കര നല്ല കറക്റ്റ് അളവാണ്. അപ്പോൾ ആ ഒരു ശർക്കര പാനി നമ്മൾ ഈ ഒരു അരവിലേക്ക്, അതായത് നമ്മൾ അരച്ചതിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ സാധാരണ കൽത്തപ്പ് ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മറ്റേ കൈ കൊണ്ടൊന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ കൂട്ട് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പലഹാരം തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ മാവ് കട്ടിയിൽ അരച്ചത് ഈ ഒരു ശർക്കര പാനിയും കൂടിയും ചേരുമ്പോൾ നമ്മൾ ഈ ഒരു കൂട്ട് കുറച്ചും കൂടി ലൂസാകും. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അരക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ അരക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ചേർക്കുന്നുണ്ട്. അപ്പക്കാരം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ആര് വീണിട്ട് ഇട്ടും കേട്ടോ നമ്മളപ്പം. ഇനിയിപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മളെ ഉള്ളിയും തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ചീനച്ചട്ടിയിലാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയും ഇതൊക്കെ വാട്ടിയ എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ ഫ്ലെയിം വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവിന്ന് ഒരു 1-1.5 കയ്യിൽ മാവ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നടുവിൽ ആ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ മൂടി വെക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ ഫ്ലെയിം മാറ്റണം. അയണിൻ്റെ ചീനച്ചട്ടയുകൊണ്ട് അടിഭാഗം പെട്ടെന്ന് കരിയും. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ആ ഒരു തേങ്ങയും ഉള്ളിയൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് കുത്തി നോക്കണം കേട്ടോ. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 1-2 മിനിറ്റും കൂടി നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങിക്കൊടുക്കാം.
അപ്പോൾ മേൽഭാഗം റെഡി ആയിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെനിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നല്ല കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് അതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ രണ്ടാമത്തേൽ ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എണ്ണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ നേരത്തെ നിങ്ങൾ വറുത്ത് വെച്ച എണ്ണ തന്നെ എടുത്താൽ മതി. ഇനിയിപ്പോൾ രണ്ടാമത് നമുക്കിത് ആ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലെയിം ആദ്യം ഒന്ന് കൂട്ടി വെക്കുക, ഒഴിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര വെച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 2-3 ഒക്കെ എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ നമുക്ക് ഇത്ര അളവാട്ടോ കിട്ടിയത് ഈ ഒരു കപ്പ് വെച്ച് ചെയ്തതിന്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ആരൊക്കെ വീണിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കലത്തപ്പം റെഡിയാക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കലത്തപ്പം നമുക്ക് പണിയില്ല, ഒറ്റ പ്രാവശ്യം മാത്രം മാവ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതാകുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ അപ്പം കാണുമ്പം കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്